വാർത്തകൾ വിശദമായി നോക്കാം. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് പോകുന്നു. ദേശീയ പതാകയെ അപമാനിച്ച് പശ്ചിമ ബംഗാളിൽ തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ പ്രകടനം. ദേശീയ പതാകയിലെ അശോക ചിഹ്നത്തിന് പകരം അറബി വാചകം എഴുതിയാണ് അപമാനിച്ചത്. കഴിഞ്ഞ ദിവസം ഹിന്ദുക്കളുടെ വീടുകൾക്കും സ്ഥാപനങ്ങൾക്കും നേരെ മാൾഡയിൽ അക്രമം നടന്നതിന് പിന്നാലെ മെദിനിപൂരിലാണ് പ്രകടനം. തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ദേശീയ പതാകയെ അപമാനിച്ച് തെരുവിൽ പ്രകടനം നടത്തി. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി നന്ദഗോപൻ ചേരുന്നു. നന്ദഗോപൻ, പശ്ചിമ ബംഗാളിൽ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ കഴിഞ്ഞ കുറേ നാളുകളായി അഴിഞ്ഞാടുകയാണ്. ഇതിന് പശ്ചിമ ബംഗാൾ സർക്കാർ ഭരണകൂടം മമതാ ബാനർജി വിശിഷ്യ എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുകയാണ്. ഇപ്പോഴിതാ ദേശീയ പതാകയാണ് അപമാനിച്ചിരിക്കുന്നത്. ദേശീയ പതാകയിലെ അശോക ചിഹ്നത്തിന് പകരം അറബി വാചകമാണ് എഴുതി ചേർത്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമുക്കറിയാം ഹിന്ദുക്കളുടെ വീടുകൾക്കും സ്ഥാപനങ്ങൾക്കും നേരെ മാൾഡയിൽ അക്രമം നടന്നിരുന്നു. ഇപ്പോഴിതാ മെദിനിപൂരിൽ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ദേശീയ പതാകയെ അപമാനിച്ച് തെരുവിൽ പ്രകടനം നടത്തിയിരിക്കുന്നു. വിശദാംശങ്ങൾ നന്ദഗോപൻ. നമ്പ്യാർ, ആ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ദേശീയ പതാകയെ എത്രത്തോളം അപമാനിക്കാൻ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ശ്രമിച്ചു എന്നുള്ളത്. ദേശീയ പതാകയോട് സാദൃശ്യമുള്ള ഒരു പതാകയിൽ അതിൽ അശോകചക്രം പൂർണ്ണമായും ഒഴിവാക്കി പകരം അള്ളാഹു മാത്രമാണ് ഏക ദൈവമെന്ന അറബിയിൽ കുറിച്ചിട്ട് അതിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു വാളും അതിൽ ദൃശ്യവൽക്കരിക്കുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ ആ വാളിന് മുകളിലാണ് അള്ളാഹു മാത്രമാണ് ഏക ദൈവം എന്നുള്ളത് അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്. അതിനൊപ്പം തന്നെ മറ്റ് പതാകകൾ, മറ്റ് ഇസ്ലാമിക രാജ്യങ്ങളോട് സാദൃശ്യമുള്ള മറ്റ് പതാകകളും കാണാം. ഈ മാൾഡയിൽ ഹിന്ദുക്കൾക്ക് നേരെ അക്രമം നടന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ മെദിനിപൂർ എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്ത് ഒരു റാലി ഇസ്ലാമിസ്റ്റുകൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. നേരത്തെ നമ്പ്യാർ സൂചിപ്പിച്ചപ്പോൾ തന്നെ പശ്ചിമ ബംഗാളിലാകെ ഇത്തരത്തിൽ ഹിന്ദു വിരുദ്ധത അല്ലെങ്കിൽ ഹിന്ദു വേട്ട ആരംഭിച്ച് കഴിഞ്ഞ ഏതാനും നാളുകളായി അത്തരം സംഭവങ്ങൾ നടക്കുകയാണ്. ഏറ്റവും ഒടുവിലായി ഈ മാൾഡയിലും അത്തരം സംഭവമുണ്ടായിരുന്നു. മാൾഡയിൽ അവിടെ ഹിന്ദു ഭവനങ്ങൾ ആക്രമിക്കുകയും അവിടെ ഈ ഹിന്ദുക്കളുടെ സ്ഥാപനങ്ങൾ തെരഞ്ഞു പിടിച്ച് ആക്രമിക്കുകയും അതിനെ പൂർണ്ണമായും തച്ച് തകർക്കുന്ന ഒരവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. ഒപ്പം തന്നെ അവിടെ റോഡുകളിൽ പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങൾ അത് ഹിന്ദുക്കളുടെന്ന് തിരിച്ചറിഞ്ഞ് അതിന് നേരെ അക്രമം നടത്തുന്ന സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നത്. ഇങ്ങനെ പശ്ചിമ ബംഗാളിൽ വലിയ രീതിയിൽ അക്രമങ്ങൾ നടക്കുന്നു. മാൾഡയിൽ മാത്രമല്ല, ഇപ്പോൾ മെദിനിപൂരിലും സമാനമായ രീതിയിൽ വലിയ രീതിയിൽ ദേശീയ പതാകയെ അപമാനിച്ചുകൊണ്ടുള്ള പ്രകടനമാണ് തീവ്ര ഇസ്ലാമിസ്റ്റുകൾ നടത്തിയത്. ഇതിനോടകം തന്നെ പ്രതിപക്ഷം ആരോപിക്കുന്നത് മാൾഡയിലടക്കം പശ്ചിമ ബംഗാളിൽ ക്രമസമാധാനം പൂർണ്ണമായും തകർന്നു എന്നുള്ളതാണ്. മാൾഡയിൽ സായുധ കേന്ദ്രസേനയെ വിന്യസിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പശ്ചിമ ബംഗാളിൻ്റെ പ്രതിപക്ഷ നേതാവ് ഗവർണർ CV ആനന്ദ് ബോസിനെ സമീപിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇതാദ്യമായല്ല, നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പല അക്രമങ്ങളുടെ തുടർച്ചയായിട്ടാണ് ഇങ്ങനെ പശ്ചിമ ബംഗാളിൽ ഹിന്ദുക്കൾക്ക് നേരെ വംശഹത്യ എന്നുള്ള രീതിയിൽ തന്നെയുള്ള അക്രമങ്ങൾ നടക്കുന്നത്. ന്യൂനപക്ഷ പ്രീണനമാണ് പശ്ചിമ ബംഗാൾ സർക്കാർ നടത്തുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് തീവ്ര ഇസ്ലാമിസ്റ്റുകൾ നടത്തുന്ന ഇത്തരം അക്രമങ്ങൾക്ക് നേരെ കണ്ണടക്കുകയും അതേപോലെ തന്നെ ക്രമസമാധാനം തകർക്കുകയും ചെയ്യുമ്പോൾ പോലീസിനെ ഉപയോഗിക്കാതെ പോലീസിൻ്റെയും കണ്ണ് കെട്ടി നിർത്തുന്ന അവസ്ഥയാണ് പശ്ചിമ ബംഗാൾ ഉണ്ടാകുന്നതെന്നാണ് BJP ഈ ദേശീയ പതാകയെ അവഹേളിച്ച് അപമാനിച്ച് തെരുവിൽ പ്രകടനം നടത്തിയ ഈ കൊടും തീവ്രവാദികൾക്കെതിരെ കേസ് വല്ല രജിസ്റ്റർ ചെയ്തോ പോലീസ്? FIR എങ്കിലും രജിസ്റ്റർ ചെയ്തോ? നിലവിൽ പോലീസിൻ്റെ ഭാഗത്തുനിന്നും അത്തരം നടപടികളൊന്നുമില്ല. എങ്കിൽ തന്നെയും അവിടെ പരാതികൾ, ഇതുമായി ബന്ധപ്പെട്ട നിരവധി പരാതികൾ പശ്ചിമ ബംഗാളിലെ ഈ മെദിനിപൂർ സംഭവം നടന്ന പോലീസ് സ്റ്റേഷനിലും അതേപോലെ തന്നെ വിവിധ ഭാഗങ്ങളിലായിട്ട് BJPയുടെ നേതൃത്വത്തിലും അല്ലാതെയും ഒക്കെ തന്നെ പരാതികൾ നൽകി. എന്നാൽ ഇതിനെതിരെ നടപടികളൊന്നും കൈക്കൊണ്ടിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ. അതേസമയം തന്നെ മറ്റ് കേന്ദ്ര ഏജൻസികൾ ഇത് സംബന്ധിച്ചിട്ട് ആരാണ് ഇതിന് പിന്നിൽ, അല്ലെങ്കിൽ ദേശീയ പതാകയെ അപമാനിച്ച് അല്ലെങ്കിൽ ഒരു ഇസ്ലാമിക രാഷ്ട്രത്തോട് സാദൃശ്യം ചെയ്യുന്ന തരത്തിൽ ഈ ദേശീയ പതാകയെ മാറ്റി
ചിത്രീകരിച്ചത് ആരാണ് തുടങ്ങിയ അന്വേഷണത്തിലേക്ക് IB അടക്കമുള്ള കേന്ദ്ര ഏജൻസികൾ കടന്നിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത്. മാത്രമല്ല ഈ സമാനമായ രീതിയിൽ പല ഭാഗങ്ങളിലും ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച ഇത്തരം പ്രകടനങ്ങൾ നടന്നു എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. പ്രത്യേകിച്ച് നമുക്കറിയാം ഈ വഖഫ് ഭേദഗതി ബില്ലിനെതിരെ വലിയ പ്രതിഷേധമുയർത്തുന്നതിൻ്റെ ഭാഗമായി ഓൾ ഇന്ത്യൻ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് അവരുടെ നിർദ്ദേശപ്രകാരം കഴിഞ്ഞ വെള്ളിയാഴ്ചകളിൽ കയ്യിൽ കറുത്ത ബാൻഡുകൾ കെട്ടിയായിരുന്നു ഈ പള്ളികളിൽ നിസ്കരിക്കാൻ ഇത്തരം ആൾക്കാർ എത്തിയത്. അതിൽ ചിലർ അവരുടെ ആശയം വ്യക്തമാക്കുന്ന വീഡിയോകളും ഇതിനോടകം തന്നെ പ്രചരിക്കുന്നുണ്ട്. അതായത് ഭാരതം ഒരു ഇസ്ലാമിക രാഷ്ട്രമല്ലെന്നും എന്നാൽ അതിന് ഒരു ദിവസം ഉണ്ടാകുമെന്നും ഭാരതത്തെ പൂർണ്ണമായും മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്നും ഇതൊരു ഇസ്ലാമിക രാഷ്ട്രമാകുമെന്നും ലോകം മുഴുവൻ ഇസ്ലാമിൻ്റേതാണെന്നും അത്തരം വാക്കുകൾ ഇതിനോടകം ഈ പള്ളിയിൽ നിന്ന് നിസ്കരിച്ചിട്ട് ഇറങ്ങുന്നവർ പറയുന്ന വാക്കുകൾ അത് ഈ വാർത്താ ഏജൻസികളും മറ്റും ഇതിനോടകം തന്നെ അത് പ്രക്ഷേപണം ചെയ്തിട്ടുണ്ട്. നമ്മളും അത് വാർത്ത ചെയ്തിരുന്നു ഇത് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ. ഏതായാലും ഈ പശ്ചിമ ബംഗാളിൽ ഇത്തരം ഹിന്ദു വേട്ട അല്ലെങ്കിൽ വംശഹത്യ പോലുള്ള പ്രവർത്തനങ്ങൾ വ്യാപകമായി നടക്കുന്നു. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം മാൾഡയിൽ കഴിഞ്ഞു. ഇപ്പോൾ ദേശീയ പതാകയെ കൂടി അപമാനിച്ച് തീവ്ര ഇസ്ലാമിസ്റ്റുകൾ രംഗത്തെത്തിയിരിക്കുന്നു. നമ്പ്യാർ. നന്ദി നന്ദഗോപൻ. ദേശീയ പതാകയെ അപമാനിച്ച് പശ്ചിമ ബംഗാളിൽ തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ പ്രകടനം. ദേശീയ പതാകയിലെ അശോക ചക്രത്തിന് പകരം അറബി വാചകം എഴുതിയാണ് അപമാനിച്ചത്. കഴിഞ്ഞ ദിവസം ഹിന്ദുക്കളുടെ വീടുകൾക്കും സ്ഥാപനങ്ങൾക്കും നേരെ മാൾഡയിൽ അക്രമം നടന്നതിന് തൊട്ടു പിന്നാലെയാണ് മെദിനിപ്പൂരിൽ ഈ പ്രകടനം. തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ദേശീയ പതാകയെ അപമാനിച്ച് തെരുവിൽ പ്രകടനം നടത്തുകയായിരുന്നു. പോലീസ് ഇതുവരെയായും FIR രജിസ്റ്റർ ചെയ്തില്ല. നന്ദഗോപനാണ് വിവരങ്ങൾ നൽകിയത്.